ഗുഡ്സ് ട്രെയിൻ മുഴുവൻ ടാങ്ക് പെട്രോളാണ്. ഈ പെട്രോൾ പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യം, നഗരം തന്നെ ഇല്ലാതാവുന്ന സാഹചര്യമായിരുന്നു. അതൊഴിവായി എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. ഈ സംഭവം നടന്ന് ഉടൻ തന്നെ ഇവിടെ കണ്ടു നിന്നവർ പോലീസിനെ അറിയിച്ചു, ഫയർഫോഴ്സിനെ അറിയിച്ചു. എങ്ങനെയായിരുന്നു ഈ സംഭവം അറിയിച്ചത്? ഈ ട്രെയിന് നാഗർകോവിൽ സൈഡ് റൂട്ട് ലൈൻ കിട്ടാതെ ഇട്ടിരുന്നതായിരിക്കും. ടീം സാധാരണ സർവീസ് പാസഞ്ചർ ട്രെയിനും ഇത് കണക്ക് ഇവിടെ നിൽക്കാറുണ്ട്. അതുപോലെ നിർത്തിയിരുന്ന സമയത്താണ് ഇതിൽ നിന്നും ഒരു കാക്കയുടെ ഒരു ദൃശ്യം കണ്ടു. ആ കാക്ക അതിൽ നിന്ന് എഴിച്ച ഉടനെ ഒരു സ്പാർക്കിംഗ് സൗണ്ട് കേട്ട് നിങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതെ, അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കാക്കയുടെ എഴിച്ച് പറക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പാർക്കിംഗ് വന്നു. അതോടുകൂടി ആ ടാങ്കിൻ്റെ അടപ്പിൻ്റെ ഫുൾ റൗണ്ടിൽ നിന്ന് പുകയും തീയും കത്താൻ തുടങ്ങി. ഒരു ഭയം തോന്നിയില്ല ആ സമയത്ത്? ഭയം തോന്നും എന്ന് പറഞ്ഞാൽ അപ്പോഴത്ര ഭയാനകമായിട്ടുള്ളതല്ല. നമ്മൾ സാധാരണ ഒരു ചട്ടിയിൽ തീ കത്തിക്കുന്ന പോലുള്ളൊരു തീയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപകടം ഭയങ്കരമായിരുന്നേ. അതിനു മുമ്പ് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. നിരന്തരം ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ ഫയർഫോഴ്സിനെ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരും വിളിച്ച് കാണും. അപ്പം എൻഗേജ്ഡ് ആയിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു, റെയിൽവേ പോലീസിനെ അറിയിച്ചു, ലോക്കൽ വഞ്ചൂർ സ്റ്റേഷൻ മുതലായ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. എന്തായിരുന്നാലും അപ്പോഴും തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരെല്ലാവരും വന്നു. അതിനു മുമ്പ് തന്നെ ഫയർഫോഴ്സ് വന്നത് അപ്പുറ സൈഡിൽ തന്നെ ഫയർഫോഴ്സ് ആദ്യം വന്നതാണ് ഏറ്റവും അപകടം ഒഴിവാകാനുള്ളൊരിത്. മറ്റത് ഇപ്പുറത്തൊരു ഓടോടികളുണ്ടെങ്കിൽ എത്തില്ലായിരുന്നു. ഇതിന് പ്രധാന കാരണം ഈ അകത്ത് ഈ ടാങ്കറിനുള്ളിലുള്ള ഫ്യൂവലിലേക്ക്, പെട്രോളിലേക്ക് തീ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്വസിക്കാവുന്ന കാര്യം. അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഏതായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി, ഒന്നിലധികം യൂണിറ്റുകൾ ഇവിടെ എത്തി ഫോം ഉപയോഗിച്ചാണ് ഈ തീ അണച്ചത്. കാരണം ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഫ്യൂവലാണ് ഇതിനുള്ളിൽ എന്നതുകൊണ്ട് തന്നെ ഫോം ഉപയോഗിച്ച് തീ കടത്തുകയാണ് ചെയ്തത്. വളരെ വേഗത്തിൽ ഈ ക്യാപ്പിൻ്റെ ഭാഗത്തുള്ള തീ അണയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, ആദ്യം ഗാർഡ് അടക്കമുള്ളവർ ഇവിടെ എത്തി, പിന്നെ സേഫ്റ്റി ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും എല്ലാം ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തി. ഇപ്പോൾ ഈ ട്രെയിൻ പരിശോധിക്കുകയാണ്. ഈ ടാങ്കറിൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്നത് പരിശോധിക്കുന്നതിലും പ്രാഥമികമായി അത്തരം സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയാണ് അല്പം മുൻപ് തൊട്ടടുത്തുള്ള ലൈനിലൂടെ പാസഞ്ചർ ട്രെയിൻ കടത്തി വിട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സുരക്ഷിതമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്, ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൻ ദുരന്തം ഒഴിവായി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. കാരണം നമ്മുടെ ഓഫീസിനോട് തന്നെ വളരെ ചേർന്ന് അടുത്തുള്ള സ്ഥലമാണ് ഈ ഉപ്പിലാമൂട് പാലം എന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്തെല്ലാം ജനവാസ കേന്ദ്രമാണ്, നഗരമാണ്, നഗരത്തിൻ്റെ വ്യവസായ കേന്ദ്രങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവായി, അത് വലിയ ആശ്വാസമാണ്. എന്തായാലും ഒരു കാക്ക ലൈൻ കമ്പിയിൽ തട്ടി ഈ ട്രെയിനിന് മുകളിലേക്ക് വീണുണ്ടായ ഒരു അപകടമാണ്. ആ തീ കാണുമ്പോൾ നമുക്ക് ആശങ്ക വരുത്തും. ആ തീ ഏറെ സമയം കത്തി നിന്ന് ഫയർഫോഴ്സ് എത്തിയ ശേഷം മാത്രമാണ് അണയ്ക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു സുരക്ഷാ വീഴ്ച, ഈ സീലിംഗിൽ വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനെ. ഏതായാലും വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. എന്തായാലും പ്രശാന്ത് പറയുന്നത് പോലെയാണെങ്കിലും വലിയൊരു ദുരന്തമാണ്. അത് നിർത്തിയിട്ടിരിക്കുക ആയിരുന്നു, അത് റണ്ണിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല.